ശബരിമല തീർത്ഥാടന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ ഞങ്ങളങ്ങനെ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോവുകയാണ്. ഞാനും എൻ്റെ കസിൻസുമുണ്ട്. ഞങ്ങളെല്ലാം 5 പേരുണ്ട്. അവിടെ മാളയിൽ നിന്നൊരു ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ കെട്ട് നിറയ്ക്കുന്നത്. കെട്ടൊക്കെ നിറച്ച് ഒരു 9:30 ഞങ്ങൾ ശബരിമലയ്ക്കുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴി എരുമേലിയിൽ ക്ഷേത്രമുണ്ടല്ലോ, അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ടല്ലോ, അവിടെ കയറിയിട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഈ പോകുന്നതിൽ എല്ലാവരും തന്നെ പോയിട്ടുള്ളതാണ്. അതായത് നന്ദു മാത്രം, വാണിയുടെ മോൻ നന്ദു മാത്രം ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ടായി. ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. ഇനിയും ഉച്ചയ്ക്ക് ലഞ്ച് പോണ വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കണം. പോണ വഴിക്ക് പഴയിടം രുചി കണ്ടു. ഞാൻ കുറേ നാളായിട്ട് പഴയിടത്തിൻ്റെ സദ്യ ഉണ്ണണമെന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ട് അങ്ങനെ കണ്ടു. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഈ സ്ഥലം എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയാണോ എന്ന് എനിക്കറിയില്ല, ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ പഴയിടത്തിൻ്റെ സദ്യ കൂടി ഉണ്ടു. നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് അവിടെ നിന്ന് നേരെ എരുമേലിക്ക് വിട്ടു. ഈ ഊണ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 2:30 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഊണൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഒരു 3 മണിയോടുകൂടി യാത്ര ആരംഭിച്ചു. അങ്ങനെ എരുമേലിയിലെത്തി. ഈ കാണുന്നത് വാവരുടെ പള്ളിയാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. പിന്നെ കുറച്ച് മാറിയിട്ടൊരു വലിയ ഈ കാണുന്നത് വലിയൊരു ക്ഷേത്രമാണ് ശാസ്താവിൻ്റെ. ഈ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ആ സ്ഥലമൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ കുറേ പമ്പയിലൊക്കെ കുളിക്കണ പോലെ ആൾക്കാർ ഇഷ്ടം പോലെ കുളിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും, കുറേ ആൾക്കാർ അവിടെ ഇറങ്ങി പുറത്ത് നിന്ന് തൊഴുകുന്നുണ്ട്. ഞങ്ങളും അതുപോലെ തന്നെ പുറത്ത് നിന്നൊന്ന് തൊഴുതിട്ട് തിരിച്ചു പോന്നു. ഞങ്ങൾ പമ്പയിലെത്തിയപ്പോൾ തന്നെ ഒരു വൈകുന്നേരം ഒരു 5:30 ആയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഇറങ്ങിയതും ഭയങ്കര മഴയായി. കുറച്ച് പമ്പ എത്തുന്നതിന് മുൻപേ തന്നെ മഴ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ ഇറങ്ങി. പക്ഷേ കുടയൊന്നും കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും റെയിൻകോട്ട് വാങ്ങിച്ചു. റെയിൻകോട്ട് വാങ്ങിച്ചിട്ട് നടന്നു. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും മഴയൊക്കെ തോർന്നു. പിന്നെ ഞങ്ങൾ ആ റെയിൻകോട്ടൊക്കെ പാക്ക് ചെയ്ത് കയ്യിൽ കൊണ്ടുപോയി. കണ്ടില്ലേ, പതുക്കെ നടന്നുപോയി. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഇരുന്നും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോയി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവരും മല കയറി. കുറേ ദൂരം മഴ കാരണമാണ് അത്രയും കുറച്ച് സമയം കൂടുതലെടുത്തു. ഞങ്ങളൊരു 8:30 ആയപ്പോഴാണ് ശബരിമല ആ സന്നിധാനത്തിലെത്തുന്നത്. കുറച്ച് ദൂരത്തുനിന്ന് തന്നെ അവിടുത്തെ സന്നിധാനത്തെ ലൈറ്റും പിന്നെ പാട്ടും ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എത്താറായല്ലോ എന്ന് വിചാരിച്ചിട്ടേ. ഇത് മാളികപ്പുറത്ത് ഞങ്ങൾ തൊഴുകുന്നതാണ്. അവിടെ കുറേ ആൾക്കാർ തേങ്ങ ഉരുട്ടുന്നത് കണ്ട്, സ്ത്രീകൾ. അപ്പോൾ ഞാനും വീണയും 2 തേങ്ങ മേടിച്ച് അവിടെ ഉരുട്ടി. എന്തിനാണെന്നൊന്നും അറിയില്ല കേട്ടോ. അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണെന്ന് പറഞ്ഞു കേട്ടു. ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. നേരത്തെ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു നെയ്യഭിഷേകമൊക്കെ കഴിച്ച് വഴിപാടുകളൊക്കെ വാങ്ങിച്ച് ഒരു 11 മണിയോടുകൂടി മല ഇറങ്ങി. തിരിച്ചിറങ്ങാൻ കുറച്ച് ഭയങ്കര ഇറക്കമാണല്ലോ, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മുട്ടിനൊരു പിടുത്തം വരും. എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒരു വിധത്തിലൊക്കെ ഇറങ്ങിപ്പോന്നു. ഇത് 18ാം പടി കയറുന്നതാണ് കണ്ടോ. കുറച്ച് ദൂരെ നിന്നാണ് ഇത്. നല്ല തിരക്കുണ്ടായിരുന്നു. ആ തേങ്ങ അടിച്ച് നമ്മൾ 2 സൈഡിലുമാണ് തേങ്ങ അടിക്കുന്നത്. ആ 2 സൈഡിലും തേങ്ങ അടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര തിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഓർഡറിലങ്ങ് കയറിപ്പോയാൽ മതി. പക്ഷേ ആൾക്കാർ അതിന് തിരക്കുണ്ടാക്കും. മിക്കവാറും ഈ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് കേട്ടോ കൂടുതലും.
നട അടയ്ക്കുന്ന ദിവസമാണ്, എന്നിട്ട് പോലും ഭയങ്കര തിരക്കാണ്. തിരിച്ചു വരുന്ന വഴിയിൽ ഇതേ കണ്ടോ ഒരുപാട് കുരങ്ങന്മാരൊക്കെ സൈഡിലിരിപ്പുണ്ടായിരുന്നു മരത്തുമ്മേ. പിന്നെ ചില സ്ഥലങ്ങളിൽ പുലിയുടെയൊക്കെ പടമൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിരിക്കും. തിരിച്ചുള്ള വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ, നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോരാം. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് പോരാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഈ യാത്രയിൽ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു ഇത് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചിട്ട് ആ ബോഡി കൊണ്ടുവരുന്നത് കണ്ടു. മലയുടെ മുകളിൽ വെച്ച് മരിച്ചതായിരിക്കാം. താഴെ വന്നപ്പോൾ അറിഞ്ഞത് ആന്ധ്രയിൽ നിന്ന് വന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. തിരിച്ചുള്ള യാത്രയിൽ മഴ ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടിയിലായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ 8 മണി 8:15 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി.